അൻവറിനെ തള്ളിയും സംശയമുനയിൽ നിർത്തിയുമുള്ള വാർത്താ സമ്മേളനത്തിലൂടെ പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് പിണറായി പറഞ്ഞത്. അൻവർ സ്വർണ്ണക്കടത്തുകാർക്കും ഹവാല ഇടപാടുകൾ നടത്തുന്നവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നായിരുന്നു പിണറായിയുടെ പരോക്ഷ വിമർശനം. കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണെന്നും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല അൻവറിന്റേതെന്നും പറഞ്ഞത് അൻവറിനെ ആഘോഷമാക്കുന്ന സിപിഎം അണികൾക്കുള്ള സന്ദേശം കൂടിയാണ്. ആഭ്യന്തര വകുപ്പിനെയും തന്റെ ഓഫീസിനെയും സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ പ്രതിരോധത്തിലാക്കിയ പി.വി. അൻവറിന്റെ നീക്കങ്ങളിലെ അതൃപ്തി തുറന്നു പറയുക മാത്രമല്ല, പി.വി. അൻവറിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ച് പി.വി. അൻവറിനെ സംശയത്തിൽ നിർത്തിയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. അതായത് പി.വി. അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് മലപ്പുറം ഉൾപ്പെടെ സംസ്ഥാനത്തെ സ്വർണം കടത്ത് കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. അവിടെ മലപ്പുറത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പോലീസ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ കണക്ക്, ഹവാല ഇടപാടുകളുടെ കണക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഇത്തരക്കാരെ വെള്ളപൂശാൻ ആരും വരരുത്, ഇത്തരത്തിൽ സ്വർണം കടത്തുകാർക്ക് പോലീസ് ഇടപെടുമ്പോൾ, പോലീസ് ഈ സ്വർണം പിടിക്കുമ്പോൾ, ഹവാല പണം പിടിക്കുമ്പോൾ അവർക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അവർക്ക് അതൃപ്തി ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം പോലീസിനെ നിർവീര്യമാക്കാൻ, പോലീസിനെ മനോവീര്യം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി.വി. അൻവർ അത്തരം ആളുകളുടെ വക്താവായി മാറിയെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ പി.വി. അൻവർ ഈ സ്വർണ്ണക്കടത്തുകാരുടെയും ഹവാല ഇടപാടുകാരുടെയും വക്കാലത്ത് ഏറ്റെടുത്ത് വരുന്നവരാണോ എന്ന സംശയമാണോ തങ്ങൾക്കുള്ളതെന്ന് ചോദിക്കും. മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നുള്ളതായിരുന്നു. അതായത് അൻവറിനെ സംശയത്തിൽ നിർത്തുകയാണ് മുഖ്യമന്ത്രി. കഴിഞ്ഞ കുറെ നാളുകളായി പി.വി. അൻവറിനെ സിപിഎമ്മിന്റെ സൈബർ അണികൾ, സിപിഎം പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നുണ്ട്. അത് വേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി നൽകുകയാണ്. അങ്ങനെ ശുദ്ധമായ ഉദ്ദേശത്തോടെ വരുന്ന ആളല്ല, ശുദ്ധമായ കൈകളല്ല അൻവറിന് പിന്നിലുള്ളത്. മാത്രമല്ല, ഈ അൻവറിന്റെ ഇപ്പോഴത്തെ ഇടപെടലുകൾ, അൻവറിന്റെ തുടർച്ചയായുള്ള വാർത്താ സമ്മേളനങ്ങളൊക്കെ സിപിഎമ്മിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ സിപിഎമ്മിന് ഉള്ളിലുണ്ടാകുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ഒരു തുടക്കമെന്നുകൂടി വിലയിരുത്തലുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ സിപിഎമ്മിന് വലിയൊരു വിഭാഗം നീങ്ങുന്നു, പാർട്ടി സമ്മേളനം ലക്ഷ്യമിട്ട് പിണറായി വിജയനെ നീങ്ങുന്നു. ആ സംഘമാണ്, ആ ഒരു ടീമാണ് അൻവറിന് പിന്നിലുള്ളതെന്ന പൊതു വിലയിരുത്തലുണ്ട്. അവർക്ക് കൂടിയുള്ള മറുപടിയാണ്. അങ്ങനെ ആരെങ്കിലും അൻവറിന് പിന്നിലുണ്ടെങ്കിൽ, ആരെങ്കിലും തനിക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അവിടെ വിട്ടുവീഴ്ചയ്ക്കില്ല, ശക്തമായി പോരാടാൻ തന്നെയാണ് താൻ തയ്യാറെടുക്കുന്നതെന്ന മറുപടിയായി കൂടി പിണറായി വിജയൻ ഇന്നത്തെ ആ രാഷ്ട്രീയ സന്ദേശമായി കൂടി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ കാണണം. അതായത് പോർമുഖം തനിക്കെതിരെ തുറക്കുകയാണെങ്കിൽ പോരാടം തന്നെയാണ് തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ട് സിപിഎമ്മിലെ സിപിഎം രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളുടെ ആ ഒരു എങ്ങനെയാകും രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. അൻവറിനെ പൂർണ്ണമായും തള്ളുകയാണ്, സംശയത്തിൽ നിർത്തുകയാണ്. തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പൂർണ്ണമായും സംരക്ഷിക്കുകയാണ്, ക്ലീൻ ചിറ്റ് നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. മാത്രമല്ല, എം.ആർ. അജിത്കുമാർ എന്ന ഉദ്യോഗസ്ഥനെതിരെ എന്ത് ആരോപണമുണ്ടായാലും തെളിവുണ്ടെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിൽ അദ്ദേഹത്തിനെതിരെ കണ്ടെത്തലുണ്ടെങ്കിൽ മാത്രമേ നടപടി ഉണ്ടാകുമെന്ന് കൂടി പറയുകയാണ് പിണറായി വിജയൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം മൗനത്തിലാണ്, പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞ വിമർശനങ്ങൾക്ക് കൂടി മറുപടിയായി മാറുകയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം. അതായത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി ഏതാണ്ട് 2 മണിക്കൂറെടുത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നു. വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ രൂക്ഷമായി വിമർശിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് സിപിഎം രാഷ്ട്രീയത്തിൽ തനിക്കെതിരായ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കൃത്യമായി അതിനെതിരെ പോരാടാൻ തയ്യാറെടുക്കുകയാണ്. പി.വി. അൻവറിനെ മുൻനിർത്തി ആരും തനിക്കെതിരെ വരേണ്ട എന്നൊരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകിയാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.